പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അവൾക്ക് പോകാൻ മറ്റൊരിടമില്ലായിരുന്നു. പെട്ടെന്ന് നിലത്ത് ഒരു കൂട്ടം സ്വത്തുരേഖകൾ പ്രത്യക്ഷപ്പെടുന്നു. ആശയക്കുഴപ്പത്തിലാവുന്ന പെൺകുട്ടി പെട്ടെന്ന് തന്നെ അത് എടുത്തു നോക്കുന്നു. അടുത്തുള്ള വില്ലകൾ തന്റേതാണെന്ന് അവൾ അത്ഭുതത്തോടെ മനസ്സിലാക്കി. കുറച്ചു മുൻപ് വരെ പെൺകുട്ടിക്കും മകനും പോകാൻ വേറെ ഇടമില്ലായിരുന്നു. ഇപ്പോൾ അവൾക്ക് ധാരാളം വീടുകളുണ്ട്. എന്നാൽ പെൺകുട്ടി ഒരു വില്ലയിലെത്തിയപ്പോൾ അത് പൂർണ്ണമായി ശൂന്യമായിരുന്നു. അവളുടെ കയ്യിൽ $5 മില്യൺ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഫർണിച്ചർ വാങ്ങാൻ അവളുടെ പക്കൽ പണമില്ലായിരുന്നു. ഈ സമയം അതുവഴി ഒരു കാറ് കടന്നു പോകുന്നു. ആ നിമിഷം കുഞ്ഞ് പെട്ടെന്ന് തന്നെ സംസാരിച്ചുകൊണ്ട് കാറിനുള്ളിലെ ആളെ വിളിക്കുന്നു. ആ യുവാവ് ഉടൻ തന്നെ വണ്ടി നിർത്താൻ ആവശ്യപ്പെടുന്നു. ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടോ എന്ന് അയാൾ ഡ്രൈവറോട് ചോദിച്ചു. തുടർന്ന് അയാൾ കാറിൽ നിന്നിറങ്ങി അന്വേഷിക്കാനായി പോകുന്നു. പക്ഷെ അയാൾ കണ്ടത് റോഡരികിലിരിക്കുന്ന ഒരു അമ്മയും കുഞ്ഞിനെയും മാത്രമാണ്. തനിക്ക് തോന്നിയതാവുമെന്ന് കരുതി അയാൾ പോകാൻ ഒരുങ്ങി. എന്നാൽ കുഞ്ഞ് വീണ്ടും സംസാരിക്കുന്നു. അത് അയാൾ കേൾക്കുകയും ചെയ്യുന്നു. കുഞ്ഞ് അയാളെ അച്ഛ എന്ന് പോലും വിളിക്കുന്നു. കുഞ്ഞിനെ പരിശോധിക്കാനായി അയാൾ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാൾക്ക് പരിചിതയായി തോന്നി. 1 വർഷം മുമ്പ് അവരൊരു രാത്രി ചെലവിട്ടതായി അയാൾ ഓർക്കുന്നു. ഭക്ഷണത്തിനായി കുറച്ച് പണം കടം തരാമോ എന്ന് ആ പെൺകുട്ടി അയാളോട് ചോദിക്കുന്നു. അവൾ ബാഗിൽ നിന്ന് സ്വത്തിന്റെ രേഖകൾ പുറത്തെടുത്ത് തന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ ഒരു തട്ടിപ്പുകാരിയാണെന്ന് വിചാരിച്ച് യുവാവ് ഉടൻ തന്നെ അവളെ നിരസിച്ചു. എന്നിരുന്നാലും കുഞ്ഞിന് തന്നെ പോലെ സാമ്യമുള്ളതിനാൽ അവർ രണ്ടുപേരെയും അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം യുവാവ് അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു.